ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റുഡിയോയിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ജനലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ കട്ടള വെക്കാൻ വേണ്ടി, കട്ടളയില്ലേ വാതിലിൻ്റെ കട്ടള വെക്കാൻ വേണ്ടിയിട്ട് കട്ടള എന്നല്ലേ പറയുന്നത്, കുറച്ച് വീതി കൂടുതലായിരുന്നു കേട്ടോ ഡോറിന്. അപ്പോൾ നമ്മളാണ്ട് ഇവിടെ നിന്ന് ഇത്രയും കട്ട് ചെയ്ത് കളയണമായിരുന്നു ഈ സൈഡിൽ. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഏകദേശം നാട്ടിൽ ഇത്രയും കളഞ്ഞു കേട്ടോ. പുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് പുന്നുവിനെ അത് കട്ട് ചെയ്യണം, ഭയങ്കര കൊതിയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് കൊതി പറയുന്നത് അത് കട്ട് ചെയ്യാൻ. ഞാൻ ഇടിച്ച് പിട്ടി പൊട്ടിക്കുന്ന പറഞ്ഞിട്ട് പെണ്ണ് ഭയങ്കര കൊതി. ഇപ്പൊ തുടങ്ങിയ പണി അറിയാവോ? കയ്യൊക്കെ നമുക്ക് പഴുത്തിരിക്കുക കേട്ടോ. കയ്യ് ചുവന്നിട്ട് ഞാൻ അവിടെ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി കേട്ടോ. അവന് തന്നെ പൊട്ടിക്കാനുള്ള കൊതി കാരണം അത്രയും ഞാൻ പൊളിഞ്ഞു പോയേ. അന്ന് കുഴപ്പമില്ല. അത് അതുവരെയല്ലേ വീണിട്ടുള്ളൂ. അയ്യടാ, അത് നേരത്തെ ഉള്ള വിള്ളലാട്ടോ. ഇവനൊന്ന് ചെയ്തു കൊടുക്കരുത് കേട്ടോ. ഇന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനും കുറ്റം പറയും. ഞാനായതുകൊണ്ട് മണത്ത് പുറകെ വരുന്നു. തന്നെ പൊളിക്കുമല്ലേ, കൈ വേദനിക്കില്ലെന്ന് വെച്ചിട്ട് ഞാനും കൂടി കേട്ടോ. ഫീലായി. അതിനൊരു മ്യൂസിക് ഇടോ. അല്ലെ നമ്മൾ എത്ര ചങ്ക് പൊളിച്ച് കാണിച്ചാൽ അതിന്റെ ഉള്ളിൽ ചെമ്പരത്തി പോവാന്നല്ലേ പറയുള്ളൂ. കിട്ടി നല്ല കിട്ടി കേട്ടോ. അപ്പൊ വീട്ടുകാരെ കുഞ്ഞിപ്പെണ്ണ് എണീച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പൊ വീട്ടുകാരെ കാലാവസ്ഥ മാറുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് മാമയത്തിന്റെ 2-in-1 ബോഡി വാഷ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തല തൊട്ട് കാല് വരെ കൈയിനെ കുളിപ്പിച്ചെടുക്കാനുണ്ട്. പച്ചവെള്ളത്തിൽ കുളിക്കാനേ സമ്മതിക്കുള്ളൂ. ചൂടുവെള്ളാണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം. അപ്പൊ കൂട്ടുകാരെ, ഇത് നമ്മുടെ മാമയത്തിന്റെ 2-in-1 ബോഡി വാഷും പ്ലസ് ഷാമ്പൂവും കൂടിയാണ് കേട്ടോ. ഇത് സേഫ് സർട്ടിഫൈഡ് ആൻഡ് ടോക്സിൻ ഫ്രീ ആണ് കേട്ടോ. അതുപോലെ തന്നെ മിൽക്കിന്റെയും ഓട്സിന്റെയും കലണ്ടിലേന്റെയും ഗുണങ്ങളുണ്ട് ഇതിന്. തല തൊട്ട് കാല് വരെയും കഴുകാൻ പറ്റും കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ടിയർ ഫ്രീ ഫോർമുല ആയത് കാരണം കണ്ണിൽ പോയാലും വലിയ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ മാമയത്തിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിന് സേഫ് സർട്ടിഫിക്കേഷൻ ഉള്ളത് കാരണം കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ pH ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, മാമാർത്ത് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അവരുടെ ഒണിയൻ ഷാമ്പൂ നല്ല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ മോയ്സ്ചറൈസിംഗ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഈ കാണുന്ന കൂപ്പൺ കോഡ് അടിച്ച് മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതുപോലെ ഈ പ്രോഡക്റ്റ് ആമസോണിലും നൈക്കിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റോറുകളിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ ചില കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റും, ചില കാര്യങ്ങൾ സിമ്പിൾ ആവില്ല. അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഇത് പൊട്ടിച്ച് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഭിത്തി മൊത്തം പൊട്ടി പോകുന്നു. ഞാനൊരു അതിശയോക്തി പറഞ്ഞല്ലേ അല്ലേ? നിങ്ങളെ നേരിട്ട് കാണാൻ വരണേ, ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കേറിക്കൂടല് പോലെ. നമുക്ക് പിന്നെ വേറെ ആര് ഗിഫ്റ്റ് തരും? എല്ലാം പൊളിച്ചോട്ട് ഇവൻ. അത് 2 അടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പൊട്ടിക്കോളും. എന്താ? അപ്പോൾ കൂട്ടുകാരെ, മേല് മൊത്തം പൊടി കേട്ടോ. ആ ഇഷ്ടികേൻ്റെ പൊടി ചില്ലറ പൊടിയൊന്നുമല്ല കേട്ടോ. ഈ ഞാൻ എന്തെങ്കിലും പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, സാമ്പോയിൻ്റെ ജലദോഷം എനിക്കും പിടിച്ചു കേട്ടോ. ഭയങ്കര ജലദോഷമായിരുന്നു. സ്കൈ ഉറങ്ങുവാണ്. സ്കൈ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കൈ എണീച്ച് കഴിഞ്ഞിട്ടുണ്ട്, നിലത്ത് നിൽക്കില്ല. ഞാനിവിടെ പണിയെടുക്കുന്ന അവൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അപ്പൊ പറയും എടുക്കുന്നില്ലേടാ. പെണ്ണിനെ എടുത്തോണ്ടിരിക്കണോ, എല്ലാം കണ്ടോണ്ടിരിക്കണോ. കൂട്ടുകാരെ, നമ്മളത് പൊട്ടിച്ചിട്ട് കാണാം കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടാവില്ല. ഞാൻ ഈ സൈഡ്, സാമ്പ ആ സൈഡും കൂടെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പൊട്ടും. സംഭവിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഭയങ്കര ടെൻഷനാട്ടോ. സംഭവിക്ക് അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നു. അല്ലേ? അല്ല, ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തി മൊത്തം പൊട്ടുമെന്ന് വെറുതെ പറഞ്ഞോളൂ. അപ്പൊ പറയാം അങ്ങനെയൊന്നും പറയാതെ അങ്ങനെ നടക്കുമെന്ന്. അതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഇറങ്ങുന്നുണ്ടോ?
പൊടിയായിട്ടാ നമുക്ക് ജലദോഷം കേട്ടോ കൂട്ടുകാരെ, അതിൻ്റെ തലവേദന. അമ്മനെ സുന്ദരനായിട്ടുണ്ടല്ലോ, കുടുംബൊക്കെ തെങ്ങൊക്കെ. ഇത് കഴിയുമ്പോൾ കിട്ടുന്ന ഈ സ്റ്റുഡിയോനെ വർക്കും ചെയ്ത് തീർത്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണ്ട, അതിനാണ് ഇത്രയും നമ്മൾ പണിയെടുത്ത് തീർക്കുന്നത്. അതേപോലെ ഇവന് എന്നെ ഇരുത്തോന്ന് ആർക്കറിയാം, ഇതിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ഇത് പണി ചെയ്ത് കഴിഞ്ഞാലാണ് സ്റ്റുഡിയോനെ വർക്ക് കംപ്ലീറ്റ് ആയാലാണ് എനിക്ക് കുറേ കാര്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് പിന്നെയും കിടക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ നമുക്ക് പോടി മ്യൂസിക് ഇടാൻ ആരെങ്കിലും വേണ്ടേ? പോ പോ സങ്കടമായിട്ട് പറഞ്ഞ കേട്ടോ. ഡിസ്കസ് ചെയ്യാൻ പറ, ബാക്കിയും കൂടെ പറ. തീർന്നുപോയി. എടാ ഇതൊക്കെ ചെയ്ത് തീർത്ത നമ്മള് ചുണക്കുട്ടികളല്ലേ. പിന്നെ എന്റെ കാലെ തന്നെ എടുത്തിടുന്നുണ്ടോ, പിന്നെ എന്നെ വൈരാഗി കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ വേഗം പണി തീർക്കട്ടെ കേട്ടോ. കൈ എണീച്ചെന്ന് തോന്നുന്നു, എന്തോ ഒരു കിലോ ഒച്ച വെക്കുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, പോയി നോക്കാം നമുക്ക്. എൻ്റെ ചമ്പുടാനെ സാംബോവിൻ്റെ പണി എന്തായെന്ന് കാണണ്ടേ. അല്ലേ എന്റെ മോനെ, ഈ സൈഡ് പക്ക അല്ലേ അല്ലേ? എന്റെ മോനെ എന്റെ മോനെ സ്കൈക്ക് നാണായി പോയിട്ടോ. ഇപ്പൊ നമ്മൾ കൊറേ ദിവസമായി നമ്മള് സ്റ്റുഡിയോന്റെ അപ്ഡേഷൻ കാണിച്ചിട്ട് സാമ്പതേ പോണു. പ്രൊഫഷണൽ മറ്റെന്താടാ ഇനി പറയുന്നേ, കൺസ്ട്രക്ഷൻ. അത് ശരിയാടാ, ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കൂട്ടുകാരെ. മേലെ ഇല്ല, മേലെ ആകാശം താഴെ ഭൂമി. കട്ട് ശരിയാണല്ലോ. കണ്ടോ, ഈ സൈഡ് മൊത്തം കെട്ടി പൊക്കി 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 ഇവിടെ വരെ എത്തി. ഇനി സംഭവം ഈ ഭിത്തിയിലെ മണ്ണപ്പം മേലത്തേക്ക് അപ്പം പൊട്ടിച്ചു വന്നിട്ട് അവിടെ ഇഷ്ടികയും കൊണ്ട് അല്ല ഇഷ്ടികയിലല്ല സിമെന്റ് കട്ടയും കൊണ്ട് എന്തൊക്കെ നടന്നു ഇതിന്റെ ഇടയിലല്ലേ സംഭവം. ഒന്നും ഒക്കെ ടൂൾസ് ഒക്കെ കണ്ട പപ്പ സംഭവം വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് സാമ്പയ്ക്ക് ചട്ടി മേടിച്ചു കൊടുത്തു, ഇങ്ങനത്തെ പിടിക്കുന്ന സാധനം മേടിച്ചു കൊടുത്തു. ഇല്ലേ കുഞ്ഞാ, നിന്റെ വർക്ക് കണ്ടിട്ട് പപ്പ നിനക്ക് എന്തൊക്കെ മേടിച്ചു തന്നു? നമ്മൾ തേച്ച് ഇതാക്കും മുന്നേ നനയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നനയ്ക്കുന്ന സംഭവം. ഇപ്പം അപ്പുറം പരിക്കരിട്ടുള്ളൂ, അത് കൊണ്ട് നനച്ച് വെക്കുന്നു. നനച്ചോ കോരിട്ടപ്പെട്ടന്തി സാമിക്ക് മുക്കൊരിക്കട്ടന്തി ചുട്ടമല്ലേ ചുട്ടേ തമി കോള്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാ, അതുകൊണ്ട് സ്കൈയും എന്നോട് കൂട്ടുകൂടാൻ പറ്റുന്നുണ്ട്. സാമോ എന്നാ പോയി അണ്ണാനെ പോലെ ഇരിക്കുന്ന വെറുതെ ഒന്നല്ലോ. അവിടെ നിങ്ങൾ പോയി കൂട്ടുകാരെ, ഞാൻ എന്ത് ചെയ്യാനാ, മഴക്കാറ് വന്നിട്ട് മഴ പെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മഴ പെയ്യുവാണെങ്കിൽ അത് നമ്മുടെ സ്റ്റുഡിയോൻ്റെ പണി ഇപ്പം ഇത്രയായിട്ടുണ്ടല്ലോ, കെട്ടി കെട്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് നനയും, നമ്മുടെ കളിമണ്ണ് ഒലിച്ചു പോകും തേച്ച് വെച്ചേക്ക. എന്റെ ദൈവമേ, ബോള് കളിച്ചു. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റുഡിയോന്റെ വർക്ക് എന്തായി എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ സ്റ്റുഡിയോ എന്തായാലും കാണിച്ചു തരാം.
ഇവിടെ ഈ കമ്പ് വെച്ചിട്ട് നമ്മുടെ ഈ നടുക്കത്തെ കമ്പി കുറച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് താങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേലത്തേക്ക് നമ്മുടെ കട്ടിളേനെ മേലേക്ക് നമ്മൾ ഇത്രയും പൊക്കിയിട്ടോ, ഈ നിര ഇങ്ങനെ ലെവലാക്കി. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് കണ്ടോ, അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടോ, ഈ ഒരു ഷേപ്പിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അപ്പുറ സൈഡും അതുപോലെ തന്നെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതിന് മേലേക്ക് നമുക്കിങ്ങനെ ആർച്ച് പോലെ ആക്കണമെങ്കിൽ, പോലെ ആക്കണമെങ്കിൽ ആ രീതിയിൽ വേണം ഇനി പണിയാൻ മേലേക്ക്. അപ്പോൾ അത് ചെയ്യാമെന്നാണെന്ന് ഓർത്ത്. ഇപ്പോൾ വൈകുന്നേരം സമയമാണ് കേട്ടോ. അപ്പോൾ ചെയ്യാമെന്ന് ഓർത്തപ്പോഴേക്കും നല്ല മഴക്കാർ വന്നു. ഇത്ര നാൾ നല്ല വെയിലായിരുന്നു, ഇന്ന് ചെയ്യാമെന്ന് ഓർത്തപ്പോഴേക്കും നല്ല മഴക്കാർ വന്നു. നീ പറഞ്ഞു ഞാൻ ഒരു 3 മണി തൊട്ട് ചെയ്യാന്ന് ഓർത്തായിരുന്നു. പൊന്നു പറഞ്ഞു ഇപ്പം മഴ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 5 മണിയായി. ഇത് മഴ പെയ്തിട്ടില്ല. 3 മണിക്ക് ഞാൻ എന്താ പറഞ്ഞ 5:45 മഴ പെയ്യും. എന്റെ പൊന്നു കുഞ്ഞ്, നീ എന്റെ ഭൂമി ദേവിയാവും. എടാ, സ്ത്രീകളെല്ലാം ഭൂമി ദേവിയും ദേവനും വിഷ്ണുനും എല്ലാം ഭദ്രകാളിയൊക്കെ കയ്യെപ്പിടിത്തിരിക്കുന്നു. കയ്യിന്റെ പോലെ കുറച്ച് നാളായിട്ട് പണിയായതുകൊണ്ട് കയ്യൊക്കെ മൊത്തം നല്ല തഴമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ കൂട്ടുകാരെ ഞാൻ വിചാരിച്ചു സാമ്പോയിനെ ഒന്ന് എന്താ പറയാ, ഇപ്പൊ കാടൻ ലുക്കായില്ലേ, കാടൻ ലുക്കിൽ നിന്ന് എന്നെ സുന്ദരനാക്കാൻ പോകുന്നൊക്കെ പൊന്നു പറഞ്ഞു. പൊന്നു എണ്ണയൊക്കെ മമ്മി കഴിഞ്ഞ ദിവസം എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെമ്പരത്തിന്റെ പൂവും പിന്നെ എന്തൊക്കെയാ വെളിച്ചെണ്ണ, കുറെ ഇലകളൊക്കെ വാങ്ങിയിട്ട് ഇലകളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇവിടെ തന്നെയുള്ള കുറെ ഇലകളൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നെല്ലിക്കയൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തലയിൽ തേക്കാൻ. അപ്പം എന്നെ തലയിലെ മുടി എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തോ അസുഖം പോലെ അങ്ങനെ പൊഴിഞ്ഞു പോന്നു. അപ്പൊ ഞാനിപ്പം എന്റെ മുടി കെയർ ചെയ്യാന് വേണ്ട വിട്ടു. ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ ഇനി രണ്ട് മോടി അങ്ങ് ഇതായിപ്പോഴേക്കാണോ അയ്യോ ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇനി മൊട്ട കുഞ്ഞാ. നീ ശരിക്കൊന്നും വേണ്ടത്, ഇവന്റെ മുടി പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് ഹെയർ കെയർ ഒക്കെ അങ്ങ് തുടങ്ങാം. ഇതാണ് എണ്ണ, ആൽമണ്ട് ഓയിലിന്റെ കുപ്പിയിൽ നമ്മൾ ആക്കി വെച്ചത് കറുത്ത എണ്ണ കണ്ടോ. അത് മൊത്തം മരുന്ന്, എന്തൊക്കെയോ മരുന്നുകൾ ഇലകളാണ് കേട്ടോ. അയ്യോ സ്കൈ എന്താ പരിപാടി? ഓക്കെ, നമുക്ക് അപ്പേന്റെ തലയിൽ എണ്ണ ഒഴിക്കാം. റെഡി? Done. 1, 2, 3. അപ്പൊ കൂട്ടാതെ നമ്മൾ ഈ എണ്ണ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം നമ്മൾ 1, 2, 3, 4, 5 നല്ല മണമുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, ഇത് ആൽമണ്ട് ഓയിൽ. ഇവൾ ഇങ്ങനെയൊക്കെ കേട്ടോ, അങ്ങനെ പറയരുത്. ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പൊന്നു അത് പറയരുത്, അങ്ങനെ നമ്മള് നെറുകയില് ഇങ്ങനെ ആക്കണം. എണ്ണ വെക്കുമ്പോ നമ്മൾ നെറുകയിലാക്കണം. പിന്നെ നമ്മൾ ഇത്തിരി 2 ഡ്രോപ്പ് എടുത്തിട്ട് അത് നമ്മുടെ നെഞ്ചില് തേക്കണം. നെഞ്ചിലോ? കറക്റ്റ് നെഞ്ചില് തേക്കണം. ആദ്യമായിട്ട് പൊന്നുവിന്റെ കുറെ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ട തേച്ചിട്ടൊന്നുമില്ലല്ലോ, അത് കാരണം ഞാൻ ജലദോഷം പിടിക്കണ്ട. ചെവി തേക്കുന്നോ? ചെവിന്റെ പുറകിൽ തേക്കണം. ആ 2 ഡ്രോപ്പ് തന്നെയാണ്. എടാ നിനക്ക് ജലദോഷം അടച്ചു വെക്കുന്നത്. പിന്നെ നമ്മൾ തേക്കേണ്ടത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കൈ കാണിക്കും. ചേട്ടനിവിടെ ബോൾ കളിക്കും. സ്കൈ ചെല്ല ചേട്ടനോട് ബോൾ കളിക്കല്ലേ സ്കൈ. നിന്നെ പൊറോട്ട വരുന്നല്ലോ സ്കൈ. പെണ്ണിന് മുരുമുരുപ്പ കൂട്ടാല് ഭയങ്കര മുരുമുരുപ്പാ. അപ്പൊ ഇനി നമ്മൾ തേക്കേണ്ടത് നമ്മുടെ നഖത്തിലാണ്. എന്റെ മോൻ നിങ്ങളിതൊക്കെ എന്തൊക്കെയാണ് എന്റെ കുഞ്ഞാ. അതുപോലെ തന്നെ നമ്മൾ മുടിക്കും കൊടുക്കണം. എന്റെ ഇതിന്റെ പേരെന്നാ നഖം. തലയിൽ കൊടുക്കുന്നത്. അപ്പൊ മറ്റേ ഇതൊക്കെ കൊടുക്കണോ? ശരിക്കും നിങ്ങൾക്ക് അറിയാം, ഈ വെള്ള പാണ്ട് കണ്ടോ, ഈ വെള്ള പാണ്ട് ഇത് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ നിങ്ങളുടെ മുടി പൊഴിയും. നിങ്ങളുടെ കാൽസ്യക്കുറവാണ് പുത്തൻകോടിയായിട്ട് ഈ കാണുന്നത്. അപ്പോഴാണ് മുടി പൊഴിയുന്നത്. എന്നാ സ്കൈ? മസാജിങ് അപ്പൊ
അപ്പൊ കൂട്ടുകാരെ കുറെ ദിവസമായിട്ട് നമ്മൾ വ്ളോഗ് എടുത്തിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോന്റെ കുറച്ചാണ് നമ്മൾ പണി കണ്ടോ. ഇവിടെയൊക്കെ കെട്ടി സാമ്പ അവിടെ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സൈഡിലേക്ക് ഇങ്ങനെ സംഭവം കെട്ടിപ്പൊക്കിട്ടോ സംഭവം. അപ്പൊ നമുക്ക് ഇനി ഇത് ഈ ഒരു ലെവലിൽ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ സംഭവം ഈ കമ്പി മുറിക്കാൻ പോവുകയാണ് കൂട്ടുകാരെ. എന്നെ കൊണ്ട് ആക്സപ്ലേഡിന് കമ്പി മുറിപ്പിച്ചു. ഇവിടെ മുറിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ പെയിന്റ് പോലും പോയിട്ടില്ല. എവിടെയാണ് നീ മുറിച്ചത്? പെയിന്റ് പോലും പോയിട്ടില്ല. കൊറേ വരച്ചിട്ട് കൈ മടുത്തെന്ന് പറഞ്ഞ് പോയതാ. ഇങ്ങനത്തെ അപ്പമില്ല ഇതിനിട്ട് പോയിട്ട് ഇങ്ങനെ. ഇത് സിമെന്റ് ആണ് കേട്ടോ കൂട്ടുകാർ. ഇത് ഈ നമ്മുടെ ഈ മുട്ടിന്റെ ഇവിടെ കണ്ടോ, ഈ മുട്ടിങ്ങനെ ഒരയുമ്പോ ഭയങ്കര വേദന കേട്ടോ. രണ്ട് കട്ട പൊട്ടിച്ച് കളയാം. അതിന് ഇവൻ ഇത് ചുടുക പൊട്ടിക്ക ഇത് തന്നെ പണി കേട്ടോ. അതിനൊന്നും ആവശ്യമില്ലടാ. എടാ അങ്ങനെ പൊളിക്കണ്ടടാ, അല്ലാണ്ടാക്ക് ശരിയാവും. കട്ട് ചെയ്യാൻ പറ്റും, ഞാൻ കട്ട് ചെയ്ത് തരാം നിനക്ക്. എടാ എന്തിനാ കുഞ്ഞ് പൊട്ടിക്കല്ലടാ. എത്ര കഷ്ടപ്പെട്ട ഒരപ്പം ചുടുന്നതിന് എന്തൊരു കഷ്ടപ്പാടുണ്ടെന്ന് അറിയൂട്ടെ. അവന് അതിന്റെ വില അറിയത്തില്ല. ആഹാ, നീ അവന്റെ വർത്തമാനം കണ്ടിട്ട് അവൻ തന്നെ ചുട്ട പോലെ ഉണ്ട് കേട്ടോ. ഈ മുതുക്ക് വെയിലത്ത് നട്ടുച്ചയ്ക്ക് കൊണ്ടിരുത്തിയേക്കുന്നു പണിക്ക്. ഇവനെ കൂടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം വെറുതെ ഇരിക്കും, നട്ടുച്ചയ്ക്ക് പണിയെടുക്കാം. ഇതാണ് ഇവന്റെ ഓഫർ ഇട്ട് കൂട്ടാരെ. നീ അങ്ങനെ തന്നെയാ. ഇത്ര നേരം ഇരുന്നിട്ട് അവിടെ ഇരുന്ന് അവന് ഓരോ വർക്ക് ഉണ്ടാവും. അത് ചെയ്ത് കഴിയുമ്പോ അവൻ ഫ്രീ ആവുന്ന സമയമാണ് നട്ടുച്ച. ഓ സൂര്യൻ നോക്ക്, ഇവിടെ പോയി സൂര്യൻ. അതെ നടത്തണ്ടോ, സൂര്യൻ തലേന്റെ നേരെ മണ്ടയിലിരിക്കുന്നു കണ്ടോ. സാമ്പ ഇങ്ങനത്തെ മെഷീനൊക്കെ മേടിച്ചിട്ട് ഓണാക്കാൻ അറിയോ നിനക്ക്? ഒന്നും പോണാ. ആരും നന്നാക്കി ഷോക്ക് അടിച്ചില്ല. ഞാൻ മാറട്ടെ. തീപ്പൊരിയൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. അത്ര ചേർക്കരുത്. ആ ബ്ലേഡ് നാശായ പോയിട്ടോ. നിനക്കറിയാവോ? ഓടിക്കോടാ. സംഭവിക്ക് പേടിയാട്ടോ. എടാ മുറിക്കങ്ങോട്ട്. എടാ ഇതിന് തീപ്പൊരി കയ്യിലാവുമ്പോ പൊള്ളുന്നുണ്ടോടാ? കണ്ണിലാവരുത് കേട്ടോ. കണ്ണിലായാ പോയിട്ടോ. കണ്ണ് പോയിന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട്. എന്തേലും പറ്റിയോ? തീപ്പൊരി തെറിച്ചോ? പിന്നെ കൂട്ടുകാരെ വിഷമമുള്ള കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഷമം വലിയ വിഷമൊന്നുമില്ല, അത് ശരിയാക്കാൻ പറ്റുന്ന വിഷമാണ്. ഇത് മൊത്തം പോയടാ, കളിമണ്ണ് മൊത്തം പോയിട്ടോ. നനച്ച് ഇവിടുത്തെ കളിമണ്ണ് മൊത്തം പോയി. ഇവിടെ നമ്മുടെ പണ്ടത്തെ കട്ടയൊക്കെ കാണാൻ തുടങ്ങി. തെളിക്കട്ട അവിടെ അതെ ഇവിടെ അതെ. ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ ഡെയിലി നനയ്ക്കുന്നുണ്ടായിരുന്നല്ലേ, നനച്ച് അത് മൊത്തം കുതിർന്നു പോയി. അതേപോലെ സാമ്പോയിന്റെ കൈ കണ്ടോ? സാമ്പോ ഇന്നലെ ചുറ്റിക വെച്ചിട്ട് കൈക്ക് ഇടിച്ചു. ചുറ്റിക വീശുന്നവൻ ഇത്രമാത്രം ചതഞ്ഞിരിക്കട്ടോ. സുഖമുണ്ടോ? കുറച്ച് സിമെന്റും മണലും കൂടെ അവിടെ സെറ്റായിരുന്നേനെ. ഉമ്മയൊക്കെ കൊടുക്കുന്നത് ചാരല്ലാന്ന്. കൂട്ടുകാരെ എന്നെ നോക്കുമ്പോ ഒരു മാറ്റം തോന്നില്ല നിങ്ങൾക്ക്?
എൻ്റെ മനസ്സ് പോലെ ഉണ്ടാവും. എൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞാട്ടോ. എങ്ങനെയുണ്ട്? പകുതി പൂ സ്കൈയും ടൂടും പറിച്ച്, എന്നാലും കുഴപ്പമില്ല. ഇതെന്താ മുടിയൊക്കെ കെട്ടി തന്നിട്ട് എന്ത് മുടി കൊടുക്ക. ഇതെന്താ മാവി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. ചുട്ടമല്ലേ ഇതെന്റെ മുഖത്തിൽ കൂടെ ഒക്കെ പെൻസിലൊക്കെ വരച്ച് വെച്ചേക്കുന്നേ. ചൈ ചൈ അപ്പ എന്താ കുഞ്ഞിനെ വിളിക്ക? മോളെ വിളിച്ചോ? നേരെ നിക്ക്. അമ്മ എന്താ കുഞ്ഞിനെ വിളിക്കുന്നേ? ടക്ക് ചുറ്റി വിളിച്ചോ? പപ്പ എന്താ കുഞ്ഞിനെ വിളിക്കുന്നേ? ചുഗന്തീന്ന് വിളിച്ചു. ശുചിയമ്മ എന്താ വിളിക്കുന്നേ? പൊറ്ററ്റോ. ചേട്ടൻ എന്താ വിളിക്കുന്നേ? ഡുടിച്ച് എന്താ വിളിക്കുന്നത് കുഞ്ഞിനെ? ചൈന്ന് വിളിച്ചാണോ? മമ്മി എന്താ വിളിക്കുന്നേ? മമ്മി അവിടുന്ന് ഡിസ്കോ കളിച്ച് വീഴുന്നിങ്ങ. കുഞ്ഞെന്തായിരുന്നു പരിപാടി? മുത്തെന്തായിരുന്നു പരിപാടി? പെൻസില് പഠിച്ചുവായിരുന്നോ? പഠിച്ചുവാന്നോ? എന്നാ ഒന്ന് പറഞ്ഞ എന്തൊക്കെ പഠിച്ചു? ആണോ? സ്കൈ പൊരിഞ്ഞ പഠിത്താട്ടോ. പിന്നെ സാമ്പു എന്തെടുക്കുമെന്ന് ആർക്കറിയാം കേട്ടോ. നമുക്ക് സാമ്പു ഇരിക്കുന്നുണ്ട് ഓറാൻകുട്ടനെ പോലെ തോന്നി. നിന്റെ ഒച്ചയൊന്നും കേൾക്കാത്തപ്പോ നീ എന്തേലും വിക്രം സ്വപ്പിക്കാന്ന്. എന്താടാ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ. നീ കേട്ടോ, ഞാനിപ്പോ ഒന്നും ചെയ്യണ്ട. ഞാൻ അപ്പുറത്തുള്ള ആ മണ്ടയിലുള്ള ആസ്പെറ്റോസ് താഴെ ഇറക്കണമെന്ന് ആ കൂട്ടുകാരെ. അപ്പൊ പണിയൊക്കെ കുറച്ച് തീർത്തിട്ട് കാണാട്ടോ ഇനി. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമോന്റെ കെട്ടുപണി തുടങ്ങിയിരിക്കുകയാണ് കൂട്ടുകാരെ. എല്ലാവരും തറ കെട്ടിയതിന് ശേഷമാണ് വീട് പണിയാറ്. ഇവിടെ വീട് പണിത് കഴിഞ്ഞ് അത്രയാക്കിയിട്ടാണ് തറ കെട്ടുന്നത്. ഇവിടെ കല്ല് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാനാടോ വെച്ചേ. അയ്യോ കണ്ടോ, സംഭവം ഇവിടെ കെട്ടിയിട്ട് ഇനി എന്താ പറയുന്ന ബെൽറ്റ് വാർക്കാൻ പോവാണല്ലേ സംഭവം. അപ്പൊ ഇവിടെ കുറെ നാളായിട്ട് വ്ളോഗ് കണ്ടിട്ട് വ്ളോഗ് കാണാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കൈ ബേബി സുഖമായിട്ടിരിക്കുന്നോ? സ്കൈ ബേബി സുഖമായിട്ടിരിക്കുന്നോ? ആ ഇന്നലെ എന്ന് പറയുന്നത് ഇപ്പൊന്ന് പറയുന്ന കേട്ടോ ഡൂഡു. ഇപ്പൊ എന്നുള്ള സംഭവം എല്ലാം അവനെല്ലാം പറയുന്നത് ഇന്നലെ. ഒരു പാട്ട് പാടി കൊടുക്ക് കൂട്ടുകാർക്ക്. ജോണി പാടിക്കൊടുക്ക്. എപ്പോഴും കാക്കയല്ലേ. എടാ ജോണി പാടടാ. ഒച്ചത്തി പാട്. ഇങ്ങോട്ട് നോക്കിയിട്ട് ക്യാമറ നോക്കി പാട്. ഇതില് പകുതി കൂട്ടുകാർ കേട്ടൂല്ല, മുഖവും കണ്ടില്ല. നേരെ നോക്കി പാട്. ഇങ്ങോട്ട് നോക്ക്. ഇതിൽ നോക്ക് ഫോണിൽ നോക്ക്. ഇനി പാട്. ജോണി പാട്. അതേപോലെ തന്നെ കൂട്ടുകാരെ കുറച്ച് ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോ പിന്നെ തിരക്കായിട്ടുണ്ട്. അച്ചാറിടൽ ഒരു വശത്ത്, സ്റ്റുഡിയോന്റെ പണി ഒരു വശത്തില്. ഞാൻ അല്ലേ അതെ, അച്ചാറിന്റെ കുറച്ചുകൂടി കൂടുതൽ ഓർഡർ വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ പുല്ലൊക്കെ കണ്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന കാരണം നല്ല ഉഷാറായിട്ട് ആ കരിഞ്ഞതൊക്കെ പോയി കേട്ടോ. ഇതേ നമ്മുടെ സാമ്പോ കെട്ടി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ കുറച്ചും കൂടെ ഭാഗമുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു തറ്റവും കൂടി ഉണ്ട് കേട്ടോ.
നീ എന്തിനാ ഇവിടെ വന്ന് കല്ലും പിടിച്ചോണ്ടിരിക്കുന്ന? അവിടെ കൊണ്ട് വെക്കടാ എന്റെ കുഞ്ഞ. അപ്പൊ ഈ കട്ടയൊക്കെ എടുത്ത് കളയണ്ട, ഇഷ്ടികക്കെട്ടാ. അല്ലേ പിന്നെ അത് അവിടെ വെച്ച് സെറ്റ് ആക്കാനാ? അത് 2 ദിവസം കഴിഞ്ഞ് എടുത്ത് മാറ്റാം. കണ്ടല്ലോ ഇപ്പൊ ഏകദേശം ഒരു 2-3 ആഴ്ചയായി നമ്മൾ ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അതായത് ഒറ്റ ദിവസം നടക്കുന്ന കാര്യം ഇപ്പൊ 3 ആഴ്ചത്തെ കാര്യങ്ങളാണ് മൊത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ 3 ആഴ്ചയായിട്ട് കിട്ടിയിട്ട് നമ്മുടെ മുന്നത്തെ. അതിന്റെ ഇടയിൽ കുറെ ദിവസം പണി നടന്നില്ല കേട്ടോ. 3 ആഴ്ച കൊണ്ട് ഇത്രേ ആയുള്ളൂ എന്ന് വിചാരിക്കും നിങ്ങള്. ജലദോഷവും പനിയൊക്കെ വന്ന് സംഭവിക്കും. ഇന്നലെ ഇവിടെയും കുത്തി ഇവിടെ തന്നെ കണ്ടോ കൊളവി തേനീച്ചയാന്ന് തോന്നുട്ടോ. എന്നിട്ട് ഇന്നലെ രാത്രി ആശുപത്രി കൊണ്ടുപോയിട്ട് സംഭവത്തിന്റെ അവിടെ മുള്ളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. തേനീച്ചന്റെ മുള്ള് എത്രണ്ണാന്നറിയാം. എന്നിട്ട് കീറി എടുത്തുട്ടോ. മെല്ലെ ഒരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മെല്ലെ എന്തൊക്കെ സീനാ സംഭവിക്കുന്നറിയോ? അതിന്റെ ഇടയിൽ എന്നെ അല്ലേ എന്നെ പഴുതാര അടിച്ചു വിട്ടു. അതിന്റെ ഇടയിൽ എന്തൊക്കെയാണോ നടക്കുന്നതെന്നറിയോ? ഇവിടെ ഈ കൊച്ചു വീട്ടിൽ എന്തൊക്കെ നടക്കുന്നറിയോ? നമ്മള് കിടക്കുമായിരുന്നു രാത്രിയില്. അപ്പൊ പഴുതാര ചൂട് കാരണം നമ്മൾ വാതിലും ജനലൊക്കെ തുറന്നിട്ടിട്ടായിരുന്നു കിടന്നേട്ടോ. അപ്പോൾ എങ്ങനെയോ വന്ന് പഴുതാര കടിച്ചു. പക്ഷെ ഞാൻ പഴുതാര വരുന്നതും കണ്ടു, കടിക്കുന്നതും കണ്ടു, എല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് ദിവസം നടക്കാൻ വയ്യാണ്ടായില്ലേ. എന്തൊക്കെ കേസ് കേട്ടോ സംഭവം. അതിന്റെ ഇടയില് സാംബോവിന്റെ കയ്യില് സിമെന്റ് പൊള്ളിയിട്ട് കണ്ടോ? കാണിക്ക്. വിരലിന്റെ അറ്റം കണ്ടോ? ഇതുണ്ടോ? അത് പഴുത്തിരിക്കുക. നല്ല വേദനയുണ്ട്. കല്ല് തട്ടിപ്പോ നല്ല വേദനയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയും നമ്മൾ പണി പെട്ടെന്ന് തീർക്കണം. കുറച്ചാണ് നമ്മൾ തീർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സാംബോവിന്റെ കൈ നല്ല പോലെ പഴുത്തായിരുന്നു കേട്ടോ. അത് പഴുത്തിട്ട് സിമെന്റ് പൊള്ളിയതാന്നാ സാംബോ പറയുന്നത്. ഇതൊന്നും സാംബോയ്ക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമ്മള് അല്ലേ നമുക്ക് ഒരു വലിയ ടെസ്റ്റ് നടക്കാൻ പോവാണ്. അതിപ്പോ പറയത്തില്ല, എന്തായാലും അത് സർപ്രൈസ് ആയിട്ട് തന്നെ പറയത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ ഇത് നടക്കട്ടെ എത്രയും പെട്ടെന്ന് കേട്ടോ. അപ്പോൾ സാംബോ അവിടെ പണി നടക്കാണ്. നമ്മൾ ഇന്നനി നമുക്ക് കുറച്ച് കൂടുതൽ ചിക്കൻ അച്ചാറിൻ്റെയും മീനച്ചാറിൻ്റെയും ബീഫ് അച്ചാറിൻ്റെ ഒക്കെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇനി റീസ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയാണ് കേട്ടോ. അപ്പോൾ ഫുൾ ബിസിയാണ്. അതുകൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ കറക്റ്റ് വീഡിയോ വ്ളോഗൊന്നും വരാത്തത്. നമുക്ക് ടൈം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആകെ ഹെൽത്ത് ഓക്കെ ആണെങ്കിലല്ലേ വെൽത്ത് ഓക്കെ ആവുള്ളൂ. അതുകൊണ്ടാട്ടോ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ ഞാനിതാ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ അച്ചാറിനുള്ള വെളുത്തുള്ളി. സാംബോ കണ്ടോ? സമനം കാണാമോ? സാംബോ അതിൻ്റെ മണ്ടയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ എൻ്റെ കൈ കാണുന്നുണ്ടല്ലേ. ദേ സാംബോ അവിടെ നമ്മുടെ സ്റ്റുഡിയോ തേച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണിയിലാണ്. സാംബോ പീസ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊളിക്കാണ്ട്. ഇത് ഇത്തിരി ഉള്ളൂ കേട്ടോ. കുറച്ച് കൂടെ ഇനി ബാക്കി എടുക്കാനുണ്ട്. ഇത് പൊളിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. വെളുത്തുള്ളി പൊളിച്ചിട്ട് കാണാം. കയ്യിന് ഇപ്പോൾ ഉറക്കിയുള്ളൂ കേട്ടോ. കയ്യിന് ഉറക്കാൻ കിടത്തിയപ്പോൾ കഴുത്ത് പിടിച്ചു കുഞ്ഞ. അടുത്തത് കഴുത്തിങ്ങനെ ഞെട്ട് കുടുങ്ങിയിട്ട് ഇങ്ങനെ ഇതാവൂലേ. പെട്ടെന്ന് ഞെട്ട് കുടുങ്ങി കഴിയുമ്പോൾ ഭയങ്കര കട്ട് കഴിക്കും പോലെ ഒരു എനിക്കിഷ്ടമല്ല അങ്ങനെ ആവുന്നേ. അപ്പം നമുക്ക് വെളുത്തുള്ളി പൊളിച്ചിട്ട് കാണാം. ഞാൻ ഇത്രയായിട്ടുള്ളൂ കേട്ടോ. ഈ വെളുത്തുള്ളി പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും നിസ്സാരം. അയ്യോ കുറേ വേണമല്ലോ. അച്ചാറെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 5-10 കിലോ വെച്ചിട്ടല്ലേ ഇടുന്നത്. അപ്പം നല്ല കുറേ ഉള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി പൊളിക്കുമ്പോഴത്തേക്ക് ഈ പച്ച ഉള്ളിയാണെങ്കിൽ കൈ നല്ല പോലെ പൊള്ളു കേട്ടോ. അപ്പം എൻ്റെ ഉള്ളി പൊളിക്കൽ ഇവിടെ ഞാനും പേടിച്ചു വേടാ. മൊത്തം മറിഞ്ഞു പോയിരുന്നു. എൻ്റെ ഉള്ളി പൊളിക്കൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സാംബോ എന്താ പണി കാണിച്ചു കേട്ടോ. സാംബോ കെട്ടി കേട്ടോ നമ്മുടെ മേലെ. പൊന്നൂസ് കയ്യോ? ഉണങ്ങി കഴിയുമ്പോ മടക്കിയെടുത്ത് വെക്കുന്ന സുസിയമ്മയും കയ്യും ഉണങ്ങുവാന്ന് കണ്ടോ. സാംബോ നോക്കി രസിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കട്ടാക്കി എന്താ അതിന് പറയാ സപ്പോർട്ട് കൊടുത്തായിരുന്നു. സ്ലാബ് വാർത്തത് സാംബോന്റെ. ഓക്കെ എന്നാ സൂപ്പറായിട്ടാ സ്ലാബ് വാർത്തേക്കുന്നതെന്ന് നോക്കിയോ.
അത് കാരണം ഒരു വളവ് പോലും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ടോ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു വളം എടുത്തു അതിനാണ് ഇവിടെ പറയുന്നത്. അത് തേച്ച് കഴിയുമ്പോൾ ഇനി കുറച്ച് വളവൊക്കെ വേണം. നമ്മൾ പെർഫെക്റ്റ് അത്ര പെർഫെക്ഷൻസ് നോക്കരുത് ഒരിക്കലും. അത് അവൻ വളവ് വെച്ചതാട്ടോ കൂട്ടുകാരെ അറിഞ്ഞോണ്ട്. അതെ, പെർഫെക്റ്റ് ആവാതിരിക്കാൻ, അതെ, കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ സാമ്പുവിന്റെ കട്ടളയെടുപ്പാണ് ഇന്ന്. കണ്ടോ, ഇവിടെയൊക്കെ കെട്ടി ഇങ്ങനെ സ്ലാവ് വാർത്തിട്ടുണ്ട് സംഭവം. സ്ലാവ് വാർത്തതെന്ന് പറയാനല്ല, എന്തോ സംഭവം, എനിക്ക് അതിന്റെ പേരറിയില്ല. കെട്ട്. പിന്നെ കണ്ട കൂട്ടുകാരെ ഇവിടെ കെട്ടിയത് കോഴി ഉരുട്ടിയിട്ടു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ കാര്യങ്ങൾ. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ആ വെള്ളത്തിൽ കളിക്കല്ലേ.